ഡേ 2 പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എന്താ കാണാനുള്ളതെന്ന് നോക്കണം. എന്താ വെള്ളച്ചാട്ടം ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന്. വണ്ടിയുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ, മൊത്തം ചെളി മഴ. ദേ നിറച്ചും ചെളി. ഇവിടുന്ന് പോകുന്നതിനപ്പുറം വണ്ടി ഈ കളറൊക്കെ മാറി എല്ലാത്തിനും ഒരേ കളറാവും. ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ മല കേട്ടോ, ഒന്നും കാണത്തില്ല. ഈ മലയുടെ മഞ്ഞിറങ്ങിയോണ്ട് കോട ഇറങ്ങി ഒന്നും കാണത്തില്ല പക്ഷെ ഫുള്ള് മലയാണ്. കോടമഞ്ഞൊന്നും ഇല്ലാത്ത സീസൺ വരുവാണെങ്കിൽ അതൊരു വേറൊരു വ്യൂ ആയിരിക്കും, വേറൊരു വൈബായിരിക്കും കേട്ടോ. മഞ്ഞൊക്കെ മൊത്തം ഇറങ്ങി കഴിയുമ്പോഴേക്കും മൊത്തം പച്ചപ്പായിട്ട് ഇത് വേറൊരു വൈബ്, മൊത്തം വൈബ്. അങ്ങനെ സലാലയിലുള്ള അടുത്ത സ്പോട്ട് നമ്മൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നതോ ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ഭയങ്കര മഴത്തുള്ളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോണ സ്ഥലം എന്ന് വെച്ചാൽ ദോണ്ട് എവിടെയാണ്. ഇതിലെ വേണമെങ്കിലും പോകാൻ, ചാടി വേണമെങ്കിൽ. പക്ഷെ അത് വള്ളി കെട്ടി വെച്ചിട്ടുണ്ട്, അതിൽ പോകരുന്നു. എന്താ പറയുക, ഈ പാറകൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ടോ, ഈ കല്ലുകളെല്ലാം ഭയങ്കര തെന്നലാണേ. നമ്മൾ ചവിട്ടുമ്പോൾ പായൽ പിടിച്ചിട്ടാണ് ഒരു പ്ലെയിൻ തെറ്റിയടിച്ചു പോകും. അപ്പോൾ ആ ഒരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ടോ, ഒരു വെള്ളത്തള്ളികൾ പോലെ. അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ബാക്കി കണ്ടിട്ട് പറയാം. ഓക്കെ, തിയോങ്കളിൽ പക്ഷെ റൂൾ വയലേറ്റ് ചെയ്യാൻ ഇത്തിരി ഇഷ്ടമുണ്ടല്ലേ ചാ. വലത് എനിക്ക് ഇച്ചിരി മനസ്സിലായി. ഇങ്ങോട്ട് നോക്കാം. അപ്പം ആ കുളിക്കോ, കുളിക്കോ. ശരിക്ക് അവിടുത്തെ വ്യൂ അല്ല എടുക്കേണ്ടത്, മീനമ്മന്റെ എക്സ്പ്രഷൻ. പേരെന്താ? വാദി ദർബാർ. വീടല്ലേ ഇതിങ്ങനെ പറഞ്ഞ ഞാൻ നോക്കി പോകും കേട്ടോ. നോക്കട്ടെ, നോക്കട്ടെ. ആയിട്ടില്ല, നോക്കുന്നില്ല. അതുപോലെ വിടാന്. അയ്യോ, ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും മസ്റ്റായിട്ട് വരണം ഇവിടെ. പ്രത്യേകിച്ച് യു.എ.യിലുള്ള ആൾക്കാർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം. ഇത് കണ്ടു നോക്കാം. എൻ്റെ ദൈവമേ, ഞാൻ ഈ സീനറിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വെള്ളം ചാടി വരുന്നേ. ഓ എൻ്റെ ദൈവമേ, ഇത് എനിക്കൊന്നും പറയുന്നില്ല, ഞാൻ സ്പീച്ച്ലെസ് ആയിപ്പോയി ഭയങ്കരമായിട്ടും. ഇത് നോക്കിക്കേ, ഇത് എന്തൊരു ഭംഗിയാണ് എൻ്റെ ദൈവമേ. വെള്ളത്തിൻ്റെയൊക്കെ കളർ നോക്കിക്കേ. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടായി? ഇത് ശരിക്കും അല്ലേ? ദൈവമേ, ഒന്നും പറയാൻ തോന്നുന്നില്ല. ഓ, ഒരു കമന്റ് ഒന്നും പറയാൻ. എന്നാ കളറായി വെള്ളത്തിന്. വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടോ? കപ്പളങ്ങ. ആരോട് സ്ട്രോബെറികൾ? ഇതാണോ സ്ട്രോബെറികൾ? ചേരുമല്ലോ, തൊപ്പിയുടെ കളറാണല്ലോ. തൊപ്പിയിലെ ചേറ്. ഇനി അടുത്തത് വനീല. വെയിറ്റിംഗ് ഫോർ മൈ ചോക്ലേറ്റ്. ചേട്ടയുടെ വനീല. തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമല്ലേ, നല്ല മഞ്ഞും മഴയൊക്കെ ഉള്ള സമയത്ത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് അവിടെ അന്ന് ഈ കോൺ ഐസ്ക്രീം ഒക്കെ ഉള്ള സമയം. ആ സമയത്ത് ഞാനും ചേട്ടായും എൻ്റെ ചേട്ടനും ഞങ്ങൾ എപ്പോഴും പോയിട്ട് കോൺ ഐസ്ക്രീം മേടിക്കുമായിരുന്നു. അന്ന് കോൺ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു. ബട്ടർ സ്കോച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചോദിച്ചപ്പോൾ ചേട്ടനെ ബട്ടർ സ്കോച്ച് ഇല്ല, അതുകൊണ്ട് ചോക്ലേറ്റ്. സെക്കൻഡ് ഫേവറേറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് ചോക്ലേറ്റ്. ഇത് നോക്കി, ഇത് ഞങ്ങൾ വണ്ടി പോയ വഴിക്ക് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന വെള്ളമൊക്കെയാണ് ഒഴുകിയ അങ്ങോട്ട് ചെല്ലുന്നത്. വെള്ളമൊക്കെ ഉണ്ടോ, അത് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. കുട്ടി കുട്ടി മീനുകളൊക്കെ ഉണ്ട്. ഇത് മീമി. ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു മരങ്ങളില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പം നമുക്ക് കാണുന്ന സ്ഥലങ്ങളൊക്കെ പോലത്തെ
വളരെ മനോഹരമായ സ്ഥലം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല സ്ഥലമാണ്, പോയി തന്നെ കാണണം. പിന്നെ ചേട്ടന്മാരുടെ വക കുറച്ച് മീൻപിടുത്തം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വക കുറച്ച് റീൽസ് എടുക്കലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയല്ല വേറെ ഒന്നും കഴിക്കുകയും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ വിശപ്പില്ല. അതുപോലത്തൊരു സന്തോഷം കൊണ്ടാകുന്നു, വിശപ്പിൻ്റെ വെളിവ് വരുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.